അപ്പോൾ നമ്മൾ എൽ സി എമ്മിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ എന്താണ് പഠിച്ചത്? എൽ സി എം എങ്ങനെ കാണണമെന്നാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽ സി എമ്മിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനുകളാണ്. നമുക്ക് പല രീതിയിൽ എൽ സി എം അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്. അതിൽ ആദ്യത്തെ ചോദ്യമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. 5, 15, 30 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? എന്താണ് ചോദ്യം? 5, 15, 30 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഈ ചോദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? 5 കൊണ്ടും 15 കൊണ്ടും 30 കൊണ്ടും നമുക്ക് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എൽ സി എം കാണാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എൽ സി എമ്മിൻ്റെ മറ്റൊരു ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാം, ഒരു കൂട്ടം സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ അതിൻ്റെ എൽ സി എം ആയിരിക്കും. അപ്പോൾ ഈ ചോദ്യം വന്നാൽ നിങ്ങൾ വേറെ ഒന്നും കൺഫ്യൂഷൻ ആവരുത്, ഡയറക്റ്റ് എൽ സി എം കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമ്മൾ എൽ സി എം കണ്ടുപിടിച്ചത്? ഏറ്റവും വലിയ സംഖ്യ 30, 30നെ 5 കൊണ്ടും നമുക്ക് നിശേഷം ഹരിക്കാൻ കഴിയും, 15 കൊണ്ടും നമുക്ക് നിശേഷം ഹരിക്കാൻ കഴിയും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ എൽ സി എം എത്രയാണ്? 30. അപ്പോൾ ഈ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യയും ഏത് തന്നെയാണ്? 30 തന്നെയാണ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനുകളും കൂടി ചെയ്ത് നോക്കാം. ചോദ്യം ഇതാണ്: 10, 12, 15 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. 10, 12, 15 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. നമ്മൾ എന്താണ് കാണേണ്ടത്? ഡയറക്റ്റ് എൽ സി എം. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഏറ്റവും വലിയ സംഖ്യ 15. 15നെ 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല, 12 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? 15ൻ്റെ 2 മടങ്ങെടുത്തു. എത്രയാണ്? 30. 30നെ 12 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല, 10 കൊണ്ട് നിശേഷം ഹരിക്കാം. നമുക്ക് ഈ 2 സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയണം, അല്ലേ? അപ്പോൾ നമ്മൾ 15ൻ്റെ 3 മടങ്ങെടുത്തു, 45. 45നെ 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല, 12 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? അപ്പോൾ 15ൻ്റെ 4 മടങ്ങെടുത്തു, 60. 60നെ 12 കൊണ്ട് നിശേഷം ഹരിക്കാം, 5 തവണയാണ്. 60നെ 10 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 60. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 60/10 അല്ലേ? പൂർണ്ണമായി ഹരിക്കാം. 60/12 5 തവണ പൂർണ്ണമായും ഹരിക്കാം. 60/15 4 തവണ പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന സംഖ്യയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 60. അടുത്തൊരു ചോദ്യം: 15, 30, 45 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. എൽ സി എം കണ്ടുപിടിച്ചാൽ മതി. 45നെ 45നെ 15 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും, 3 തവണയാണ്. പക്ഷെ 45നെ 30 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ 45ൻ്റെ 2 മടങ്ങ് 90. 90നെ 30 കൊണ്ട് ഹരിക്കാം, 3 തവണ. 90നെ 15 കൊണ്ട് നിശേഷം ഹരിക്കാം. 90ൽ 30 3 തവണയാണെങ്കിൽ 90ൽ 15 6 തവണയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 90. 8, 24, 48 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. എൽ സി എം കണ്ടാൽ മതി. 48 വലിയ സംഖ്യ. 48നെ 8 കൊണ്ട് നിശേഷം ഹരിക്കാം. 8 × 6 48 അല്ലെ? 6 തവണ. 48ന് 24 കൊണ്ട് നിശേഷം ഹരിക്കാം. 2 തവണയാണ് 24 ഉള്ളത്. 8 കൊണ്ട് നിശേഷം ഹരിക്കാം, 24 കൊണ്ട് നിശേഷം ഹരിക്കാം. നമ്മുടെ ഉത്തരം നമുക്ക് എത്ര കിട്ടി? 48. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക,
രണ്ടോ അതിലധികമോ ക്വസ്റ്റ്യൻ നമ്പറുകൾ തന്നിട്ട് നമ്മളോട് ചോദിക്കും ഈ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന, ഞാൻ പറയുന്ന ചോദ്യം ശ്രദ്ധിക്കുക, ഈ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് LCM കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളൊരു 4 ക്വസ്റ്റ്യൻ ചെയ്തു. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ ചോദ്യങ്ങളാണ് ഞാനിവിടെ ഒന്നിച്ചെഴുതിയിട്ടുള്ളത്, അതിൻ്റെ ഉത്തരങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, 5, 15, 30 ഈ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന, ഞാൻ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക, നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചാൽ നമ്മൾ എന്ത് തന്നെ കണ്ടാൽ മതി? ലസാഗു കണ്ടാൽ മതി. അതുപോലെയാണ് ഈ 3 ക്വസ്റ്റ്യനും കൂടി നമ്മൾ ചെയ്തത് അല്ലേ? ഇതിൽ നിന്ന് നമ്മൾ അടുത്ത ലെവൽ പഠിക്കുകയാണ് ഈ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഞാൻ ആദ്യത്തെ ചോദ്യം ഒന്ന് മാറ്റുന്നു. നമ്മൾ നിലവിൽ പഠിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്, 5, 15, 30 ഈ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? അതിൻ്റെ ലസാഗു തന്നെയാണ്. അടുത്ത ലെവലിലെ ചോദ്യം ഞാൻ മാറ്റുന്നു. ആ മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുക. 5, 15, 30 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. മാറ്റം മനസ്സിലായോ? ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ LCM കണ്ടുപിടിക്കാം. LCM എന്ന് പറഞ്ഞാൽ ഈ 3 സംഖ്യകൾ കൊണ്ടും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ അവിടെ ശിഷ്ടം 0 ആയിരിക്കും. ശിഷ്ടം 1 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ നമ്മൾ LCMനോട് ആ ശിഷ്ടം 1 കൂട്ടി എഴുതണം. അതായത് LCM 30, ശിഷ്ടം 1 വരണം എന്ന് പറഞ്ഞാൽ 1 കൂട്ടി ആൻസർ എന്തെഴുതുക? 31. ഇനി ശിഷ്ടം 2 വരണം എന്ന് പറഞ്ഞാൽ LCMനോട് 2 കൂട്ടിയാൽ മതി. ശിഷ്ടം 3 വരണം എന്ന് പറഞ്ഞാൽ LCMനോട് 3 കൂട്ടിയാൽ മതി. ശിഷ്ടം 4 വരണം എന്ന് പറഞ്ഞാൽ LCMനോട് 4 കൂട്ടിയാൽ മതി. അപ്പോൾ രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കുക. നമ്മൾ ആദ്യം പഠിച്ച ചോദ്യം 5, 15, 30 ഈ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ LCM. 5, 15, 30 ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരണം എന്ന് പറഞ്ഞാൽ ശിഷ്ടം 1 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ LCMനോട് 1 കൂട്ടി എഴുതാം. ഐഡിയ കിട്ടിയോ? എങ്കിൽ ബാക്കിയുള്ള ചോദ്യം നമുക്ക് ചെയ്യാം. 10, 12, 15 ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 5 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ചോദിച്ചു. നമ്മൾ എന്ത് ചെയ്താൽ മതി? LCMനോട് 5 കൂട്ടിയാൽ മതി. ഉത്തരം നമുക്ക് 65 എന്ന് കിട്ടും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചിലർക്ക് ഡൗട്ട് വരും അത് ശരിയാണോ എന്ന്. ഞാൻ 65നെ 10 കൊണ്ട് ഹരിച്ചു. 65ൽ 10 6 തവണ 6 × 10 60. ശിഷ്ടം നമുക്ക് എത്രയാണ് വന്നേ? 5. ശരിയല്ലേ? 65നെ ഞാൻ 12 കൊണ്ട് ഹരിച്ചു. 65ൽ 12 5 തവണ 5 × 12 60. ശിഷ്ടം അപ്പോഴും എത്രയാ? 5. 65നെ ഞാൻ 15 കൊണ്ട് ഹരിച്ചു. 65ൽ 15 4 തവണ 4 × 15 60. അപ്പോഴും ശിഷ്ടം എത്രയാ? 5. അപ്പോൾ എല്ലാവർക്കും ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ബാക്കി 2 ക്വസ്റ്റ്യൻ നമ്മൾ ഒന്നിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ അടുത്ത ചോദ്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? 15, 30, 45 ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. സിമ്പിളാണ്. LCMനോട് 3 കൂട്ടുക. 93. LCM നമ്മൾ ഓൾറെഡി കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ കൂട്ടി എഴുതുന്നത്. അല്ലെങ്കിൽ നമ്മൾ LCM കണ്ടിട്ട് അതിനോട് 3 കൂട്ടുക. 8, 24, 48 ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. LCMനോട് നമ്മൾ 3 കൂട്ടുന്നു. ആൻസർ 51. 2 കമ്പയർ ചെയ്ത് വേണം പഠിക്കാൻ. ഓക്കെ അല്ലേ?
ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത ലെവല് നമ്മളിപ്പോൾ രണ്ട് രീതിയിൽ പഠിച്ചു. നിശേഷമായിരിക്കാൻ പറ്റുന്നത് ചോദിച്ചാൽ എൽ സി എം, ശിഷ്ടം 1 വരണം എന്ന് പറഞ്ഞാൽ എൽ സി എമ്മിനോട് 1 കൂട്ടി, ശിഷ്ടം 2 വരണം എന്ന് പറഞ്ഞാൽ എൽ സി എമ്മിനോട് 2 കൂട്ടി, അങ്ങനെയാണ് പഠിച്ചത് അല്ലേ. ഇതിൻ്റെ തന്നെ മൂന്നാമത്തെ ഒരു ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത്. ചോദ്യം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 8, 12, 16 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടങ്ങൾ യഥാക്രമം 3, 7, 11 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. എന്താണ് ചോദ്യം? 8, 12, 16 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടങ്ങൾ 3, 7, 11 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഇത് ശിഷ്ടങ്ങളാണ്. ചോദ്യത്തിൻ്റെ അർത്ഥം എന്താ? ഒരു സംഖ്യേനെ 8 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം നമുക്ക് എന്ത് കിട്ടണം? 3 കിട്ടണം. 12 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം നമുക്ക് എന്ത് കിട്ടണം? 7 കിട്ടണം. 16 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം നമുക്ക് എന്ത് കിട്ടണം? 11 കിട്ടണം. കഴിഞ്ഞ ടൈപ്പിൽ പഠിച്ചത് കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരു സംഖ്യ ശിഷ്ടം വരണം എന്ന് പഠിച്ചത്. ശിഷ്ടം 1 വരുന്നത് അപ്പോൾ എൽ സി എമ്മിനോട് 1 കൂട്ടി, ശിഷ്ടം 2 വരുന്നത് എൽ സി എമ്മിനോട് 2 കൂട്ടി. ഇവിടെ അങ്ങനെ പറ്റില്ല. കാരണം ഓരോ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഓരോ സംഖ്യകളാണ് ശിഷ്ടമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ എൽ സി എം കാണണം. എത്രയാണ് എൽ സി എം എന്നത് കണ്ടു നോക്കാം. 8, 12, 16 അല്ലേ. ഏറ്റവും വലിയ സംഖ്യ 16. 16നെ നമുക്ക് 8 കൊണ്ട് നിശേഷമായിരിക്കാം, പക്ഷേ 16നെ നമുക്ക് 12 കൊണ്ട് നിശേഷമായിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 16ൻ്റെ 2 മടങ്ങ് 32 എടുത്തു. 32നെ 12 കൊണ്ട് നമുക്ക് പറ്റുമോ? ഇല്ല. 12 × 3 36ലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 32ന് 8 കൊണ്ട് പറ്റും, അത് നോക്കിയിട്ട് കാര്യമില്ല. ഈ 2 സംഖ്യകൾ കൊണ്ട് നിശേഷമായിരിക്കാൻ പറ്റണം. അത് പറ്റാത്തത് കൊണ്ട് 16ൻ്റെ 3 മടങ്ങ് എടുത്തു, 48. 48നെ 12 കൊണ്ട് നിശേഷമായിരിക്കാം, 4 തവണയാണ് 12 വരിക. 48ന് 8 കൊണ്ട് നിശേഷമായിരിക്കാം, 6 തവണയാണ്. അപ്പോൾ നമുക്ക് എൽ സി എം എന്ത് കിട്ടി? 48. ഇനി ഞാൻ ചെയ്യുന്നതാണ് ഈ ക്വസ്റ്റ്യനിലെ പ്രധാന പോയിന്റ്. 8 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടണം എന്ന് പറഞ്ഞു. 8ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 5. 12 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 7 കിട്ടണം. 12ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 5. 16 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 11 കിട്ടണം. 16ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 5. ഇങ്ങനത്തെ ചോദ്യത്തിൽ ഈ വ്യത്യാസങ്ങൾ സെയിം ആയിട്ടാണ് തരിക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എൽ സി എമ്മിൽ നിന്ന് 5 കൂട്ടണോ കുറയ്ക്കണോ എന്നൊരു സംശയം വരരുത്. എൽ സി എമ്മിനോട് 5 കൂട്ടിയാൽ നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, ഏത് സംഖ്യ കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം 5 കിട്ടും. ഇവിടെ നമ്മൾ എൽ സി എമ്മിൽ നിന്ന് ആ വ്യത്യാസം കുറയ്ക്കണം. 48ന്ന് 5 കുറച്ചു, 43 ആൻസർ. നമ്മൾ എന്താണ് ചെയ്തത്? ആദ്യം സംഖ്യകളുടെ എൽ സി എം കണ്ടുപിടിച്ചു. ശിഷ്ടത്തിൻ്റെ അല്ല, സംഖ്യകളുടെ എൽ സി എം കണ്ടുപിടിച്ചു. എന്നിട്ട് ആ വ്യത്യാസം നമ്മൾ അതിൽ നിന്ന് കുറച്ചു. അത്രയേ ഉള്ളൂ. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 43നെ 8 കൊണ്ട് ഹരിക്കാം. 43ൽ 5 തവണ, 5 × 8 40. ശിഷ്ടം എന്ത് കിട്ടി? 3. 43നെ 12 കൊണ്ട് ഹരിച്ചു. 43ൽ 12 3 തവണ, 3 × 12 36. കുറയ്ക്കുമ്പം 36നോട് എത്ര കൂട്ടിയാൽ 43 കിട്ടുമെന്ന് നോക്കിയാലും മതി. അല്ലെങ്കിൽ നമുക്ക് 4 നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 13, 13ന്ന് 6 കുറച്ചാൽ 7. ഇവിടെ ഇനി 3, 3ന്ന് 3 പോയാൽ 0. അപ്പോൾ ഇവിടെ ശിഷ്ടം എന്ത് കിട്ടി? 7. 8 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 3, 12 കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം 7. ഇനി 16 കൊണ്ട് ഹരിച്ച് നോക്കാം. 43ൽ 16, 16 × 3 48 ആണെന്ന് അറിയില്ലേ? അപ്പോൾ 2 തവണയാണ്. 16 × 2 32. 3ന്ന് 2 പോയാൽ 1, 4ന്ന് 3 പോയാൽ 1. അപ്പോൾ ശിഷ്ടം എന്ത് തന്നെ വന്നു? 11. എല്ലാവർക്കും മനസ്സിലായി കാണാം. അപ്പോൾ നമ്മൾ അടുത്ത
ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചെയ്ത് നോക്കുകയാണ്. ഉണ്ടല്ലടി. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ഇതാണ്: 5, 10, 15 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടങ്ങൾ യഥാക്രമം 2, 7, 12 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് നോക്കണം? ഈ വ്യത്യാസം നോക്കണം. 5ഉം 2ഉം വ്യത്യാസം 3, 10ഉം 7ഉം വ്യത്യാസം 3, 15ഉം 12ഉം വ്യത്യാസം 3. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? സംഖ്യകളുടെ LCM കാണുക, 3 കുറയ്ക്കുക. സംഖ്യകളുടെ LCM 5, 10, 15 നമുക്ക് എളുപ്പത്തിൽ കാണാൻ അറിയാം. 15നെ 5 കൊണ്ട് നിശേഷം ഹരിക്കാം. 15നെ 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ നമ്മൾ 15ൻ്റെ 2 മടങ്ങ് 30. 30നെ 10 കൊണ്ട് നിശേഷം ഹരിക്കാം. 30നെ 5 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പോൾ LCM എത്ര കിട്ടി? 30. ഉത്തരം കിട്ടണമെങ്കിൽ LCM ആയ 30ൽ നിന്ന് വ്യത്യാസം 3 കുറച്ചു. ഉത്തരം 27. എളുപ്പമല്ലേ? അടുത്തത് 4 സംഖ്യകളുണ്ട് കേട്ടോ. 10, 12, 15, 30 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടങ്ങൾ യഥാക്രമം 7, 9, 12, 27 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ ആദ്യം വ്യത്യാസം നോക്കിക്കേ. ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3. അപ്പോൾ ഈ സംഖ്യകളുടെ LCM കണ്ടിട്ട് 3 കുറച്ചാൽ മതി. LCM കാണാം. 10, 12, 15, 30. വലിയ സംഖ്യ 30. 30നെ 10 കൊണ്ട് നിശേഷം ഹരിക്കാം. 30നെ 12 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റില്ല. പറ്റില്ല എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ 30ൻ്റെ 2 മടങ്ങ് എടുത്തു, 60. 60നെ 10 കൊണ്ട് നിശേഷം ഹരിക്കാം. 60നെ 12 കൊണ്ട് നിശേഷം ഹരിക്കാം 5 തവണ. 60നെ 15 കൊണ്ട് നിശേഷം ഹരിക്കാം 4 തവണ. അപ്പോൾ LCM എത്രയായിട്ട് മാറി? 60. 60ൽ നിന്ന് വ്യത്യാസം 3 കുറച്ചു. ഉത്തരം 57. ഒരെണ്ണം കൂടി ചെയ്യാം. 3, 4, 6, 8 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടങ്ങൾ യഥാക്രമം 1, 2, 4, 6 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ വ്യത്യാസം നോക്കാം. എത്രയാണ്? 3 1 2, 4 2 2, ഇവിടെയും 2, ഇവിടെയും 2. എളുപ്പമാണ്. ഇനി സംഖ്യകളുടെ LCM 3, 4, 6, 8. 8നെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളതങ്ങ് ഒഴിവാക്കി. അടുത്ത 2 മടങ്ങിലേക്ക് പോയി. അപ്പോൾ 8ൻ്റെ 2 മടങ്ങ് 16. 16നെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നില്ല. ഒരെണ്ണം കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ തന്നെ ഇത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 3 എണ്ണം കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണം അല്ലേ? അപ്പോൾ നമ്മൾ 16 പറ്റില്ല. 8ൻ്റെ 3 മടങ്ങ് എടുത്തു, 24. 24നെ 3 കൊണ്ട് നിശേഷം ഹരിക്കാം 8 തവണ. 24നെ 4 കൊണ്ട് നിശേഷം ഹരിക്കാം 6 തവണ. 24നെ 6 കൊണ്ട് നിശേഷം ഹരിക്കാം 4 തവണ. അപ്പോൾ LCM എത്രയായിട്ട് മാറി? 24. 24ൽ നിന്ന് വ്യത്യാസം 2 കുറച്ചു. ഉത്തരം 22. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ 3 ലെവലിലാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് റിവിഷൻ പോലെ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനാണ് ചെയ്തത്. 10, 20, 30 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എന്ത് കണ്ടുപിടിക്കണം? LCM കണ്ടുപിടിക്കണം അല്ലേ? നമുക്കൊന്ന് നോക്കാം. വലിയ സംഖ്യ 30. 30നെ 10 കൊണ്ട് പറ്റും, പക്ഷേ 20 കൊണ്ട് പറ്റില്ല. 30ൻ്റെ ഇരട്ടി എത്രയാണ്? 60. 60നെ 10 കൊണ്ടും പറ്റും, 60നെ 20 കൊണ്ടും നിശേഷം ഹരിക്കാം. അപ്പോൾ LCM 60. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും 60. അടുത്ത ചോദ്യം 10, 20, 30 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? LCMനോട് 1 കൂട്ടണം. ഇവിടെ 60നോട് 1 കൂട്ടി 61.
ആദ്യത്തേത് LCM, അടുത്തത് LCMനോട് ശിഷ്ടം കൂട്ടി. മൂന്നാമത്തെ ലെവൽ എന്താ? 10, 20, 30 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടങ്ങൾ യഥാക്രമം 7, 17, 27 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ വ്യത്യാസം ഇവിടെ 3, ഇവിടെയും 3, ഇവിടെയും 3. LCMൽ നിന്ന് എന്ത് കുറയ്ക്കണം? ആ വ്യത്യാസം കുറയ്ക്കണം. LCM ഓൾറെഡി 60 ആണെന്ന് അറിയാം. 3 കുറച്ചു, ഉത്തരം എത്രയാ? 57. ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങൾ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് 3 ടൈപ്പും പഠിച്ചു വെക്കുക.